കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരനാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്ക് മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരി, അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. ഞാനൊരു സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള അവസാനഘട്ട മിനുക്ക് പണികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ കബളിപ്പിച്ച ജാസിയെക്കുറിച്ച് ചില ദിവസങ്ങളായി ചൂടൻ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഒടുവിൽ അതിന്റെ പിന്നാലെ അന്വേഷണവുമായി ഒരു കൂട്ടം യൂട്യൂബ് ചാനലുകാർ ഇറങ്ങിത്തിരിച്ചു. ജാസി തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഒരു ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടില്ല എന്നുള്ളത് സമൂഹത്തിന്റെ മുൻപിൽ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ജാസി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. മാത്രവുമല്ല, താനൊരു സ്ത്രീയായി മാറുവാനുള്ള ശസ്ത്രക്രിയയിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് എന്നുള്ളത് തെളിയിക്കുവാൻ വേണ്ടി നമ്മുടെ ധന്യ എസ് രാജേഷ് അല്ലെങ്കിൽ ഹെലനോസ് പാർട്ട ആ വ്യക്തിയെ വിളിക്കുകയും വീഡിയോ കോളിൽ കൂടി തുണി അഴിച്ചു കാണിക്കുകയും ചെയ്തു. ആ ഒരു നടപടിക്കെതിരെ, നടപടി എന്നൊന്നും അല്ല അതിനെ പറയേണ്ടത്, അങ്ങേയറ്റം വൃത്തികെട്ട പോക്കൃത്തരം, അതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ധന്യ രാജേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഇടത്ത് വെച്ച് തൻ്റെ ഫോണിലേക്ക് വീഡിയോ കോളിൽ വിളിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത തോന്നിയവാസത്തെ ഇപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുകയാണവർ. ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് തുടങ്ങാം. വേറെ ആരെ കുറിച്ചുമല്ല, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഈ എൻറ്റയർ വീഡിയോ നീ കാണണം. മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇത് ആ നായിന്റെ മോന് നിങ്ങൾ അയച്ചു കൊടുക്കണം. ആർക്ക്? ഈ ജാസി എന്ന് പറയുന്നവനുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് ആ നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇവനും പറയാൻ വേണ്ടി പറ്റില്ല, ഇവനും പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത്. അത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് വരെ ഉണ്ട്. ചിലപ്പം അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഈ തെണ്ടീന്റെ ഇതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്താ പറയാ, എടോ അക്സെപ്റ്റ് ചെയ്യണമെന്നൊരു ആൾക്കാരെ മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കാത്ത ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കുക. നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ? മനസ്സിലായില്ലേ? എനിക്ക് കണ്ണിച്ചോരയില്ല, സത്യം തന്നെയാണ്. നീ ഈ വീഡിയോ ഇട്ടത് ഒരു മണിക്കൂർ മുന്നെയാണ്. കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണും അല്ല, ആണും പെണ്ണും കെട്ടതുമല്ല, പിന്നെ നികൃഷ്ട ജീവി. ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോയിട്ട് നോക്ക് പോ. കണ്ണ് പൊട്ടിയതേ അല്ല, പിന്നെ ഓള് ചെലച്ചോണ്ട് ഓള് വരുന്ന്. ഓളെന്ന് പറയാൻ ഇങ്ങനെ വന്നു പോന്ന് കിട്ടാ. ഓളെന്ന് എന്നാ ഇവർ പറയണ്ടേ? എന്നാ ഞാൻ പറയണ്ടേ? ഓനല്ല ഓളുമല്ല, ഈ നായി. അങ്ങനെ പറയാല്ല, ഈ നായി. അങ്ങനെ മതി. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്യൻ അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയുള്ളൂ. ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ, ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരനാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്ക് മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരി, അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ,
നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നിർദ്ദിഷ്ട ജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. അല്ല പിന്നെ നടന്ന് നെറ്റോള് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. മനസ്സിലായില്ലേ? എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? എന്തൊരു പോക്രത്തരമാണ് ഈ നാണം കെട്ടവൻ കാണിച്ചത്. ഒരു പെൺകുട്ടിയെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് തുണി അടിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെന്തു മറുപടിയാണ് പറയേണ്ടത്? ശരിക്കും ഇയാൾ ഉദ്ദേശിച്ചത് ധന്യയെ വിളിച്ചിട്ട് ഇയാളുടെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി നടത്തി അത് യാഥാർത്ഥ്യമാണ്, അത് അവൾ കാണട്ടെ എന്നുള്ളതാണ്. പക്ഷേ സാമാന്യ ബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിലൊരു വൃത്തികേട് കാണിക്കാൻ തയ്യാറാകുമോ? ഇയാൾ പെണ്ണാകാൻ പോകുന്നു എന്നുള്ള വാർത്തയും തുടർന്ന് സർജറി, ആശുപത്രിവാസം, ഇതൊക്കെ കുറെ നാളുകൾ കൊണ്ട് വാർത്തയാണ്. ഇയാൾ പറയുന്നതെല്ലാം പച്ച കള്ളങ്ങൾ മാത്രമാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ സത്യാവസ്ഥ ആരെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള താല്പര്യത്തിലായിരിക്കും ഇദ്ദേഹം ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷേ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ വീഡിയോ ഓൺ ആക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുണി ഉരിഞ്ഞ് കാണിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ആർക്കാണ് ഇത് ക്ഷമിക്കാൻ പറ്റുക? ഈ ഒരു വിഷയം ധന്യ രാജേഷ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി യൂട്യൂബർമാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവർ തമ്മിൽ പല കാര്യങ്ങളും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഇവർ തമ്മിൽ മുൻ പരിചയമുണ്ട് എന്നൊക്കെ. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൊടുന്നനമേ വീഡിയോ കോൾ വിളിക്കുന്നു, എന്നിട്ട് അത് ഓൺ ചെയ്യുമ്പോഴേക്കും തുണി അഴിച്ച് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എന്തിന്റെ സോക്കേടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയ്ക്ക് ബോധമില്ലാത്തവനാണോ ഈ ജാസി എന്ന് പറയുന്ന നികൃഷ്ട ജീവി? ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നാളിനുള്ളിൽ ഇവരെക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞൊരു വീഡിയോ ഇടുവാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടില്ല. കാരണം ഈ കേസിനോട് താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് ധന്യ രാജേഷിന്റെ വീഡിയോ കണ്ടപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നത്. അല്ല, നാണമില്ലേ ഇവന്? മനുഷ്യജന്മം എന്നൊക്കെ എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക? ധന്യ രാജേഷ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇയാൾക്ക് ഉചിതം. ഇത് ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ട ടൈപ്പുമല്ല. ഈ 3 ടൈപ്പ് ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 3 കാറ്റഗറിയിലും പെടുത്താൻ പറ്റാത്ത ഒരു വിചിത്ര ജന്മമാണിത്. അല്ല ജാസി, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം തെളിയിക്കുവാനും ധന്യ രാജേഷിനെ എന്തെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുമായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ അവരോട് ആ കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ നിങ്ങൾക്ക് തുറന്നു പറയാമായിരുന്നു. ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഞാനിപ്പോൾ പെണ്ണായിക്കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും സംസാരിക്കുന്നുണ്ട്, ഞാൻ കള്ളം പറയുകയാണ് എന്നുള്ളത്. ഒരാളെയെങ്കിലും എനിക്ക് കാര്യം ഒന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത ഭാഗം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കാണിക്കുവാനുള്ള അനുവാദം എനിക്ക് തരുമോ എന്നെങ്കിലും ജസ്റ്റ് ഇയാൾക്കൊന്ന് ചോദിക്കാമായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇവരെ ഫോണിൽ വിളിക്കുന്നു, വീഡിയോ ഓണാക്കാൻ പറയുന്നു. തൻ്റെ കൂടെ ആ സമയത്ത് ആരൊക്കെയുണ്ട്? തിരക്കിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. പക്ഷേ വീണ്ടും വീണ്ടും വീഡിയോ ഓണാക്കുവാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ താൻ വീഡിയോ ഓണാക്കുന്നു. അതോടുകൂടി ധന്യ രാജേഷ് പെട്ടു. ഇത് കേൾക്കുന്ന സ്ത്രീകളായ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയക്കാരനായ ഒരു വ്യക്തി, ഒരു പുരുഷൻ, അയാൾ ഇതുപോലെ ഒരു വീഡിയോ കോൾ ചെയ്യുകയും നിങ്ങൾ ഈ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ സ്ക്രീനിൽ അയാൾ നഗ്നനായി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആ സമയത്ത് തോന്നുക? ഇതിനെയൊന്നും വിശേഷിപ്പിക്കുവാൻ വാക്കുകളില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പോക്രിത്തരത്തെ എന്തു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പോലും മനസ്സിലാകുന്നില്ല. കുറഞ്ഞ പക്ഷം ഇയാൾ നിരന്തരമായി സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുകയും ഒരു വിധത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. ലോകം എന്താണെന്നും ലോകമനുഷ്യന്റെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്നും ഇയാൾക്ക് ഏകദേശമൊക്കെ അറിയില്ലേ. അങ്ങനെയുള്ള ഇവനെന്നോ ഇവളെന്നോ പറയണമെന്ന് എനിക്കറിയില്ല. ധന്യ പറഞ്ഞതുപോലെ തന്നെ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. ഒരു ബോധവും ഇല്ലാതെ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുവാൻ തയ്യാറായപ്പോൾ ഇവൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയി പൊക്കി അടിച്ചവന്റെ ഷേപ്പ് മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. എന്തായാലും ധന്യ രാജേഷ് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ
അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തുവിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്, മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്ന് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. ഈ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഈ ഉൽപ്പന്നം ഒരു ഭയങ്കര അപമാനമാണ്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇവരുമായി ചെങ്ങാത്തം കൂടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ബന്ധം മുറിച്ച് നിങ്ങൾ മാറാൻ നോക്കണം. ഇല്ല എങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് പരുക്കു പറ്റുവാൻ സാധ്യതയുണ്ട്. ജാസി എന്ന ഈ കീടത്തോട് കൂട്ടുകൂടുന്ന ആൾക്കാർക്കെല്ലാം വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സീക്രട്ടുകൾ പലതും ഇതിനോടകം ധന്യ എസ് രാജേഷിന്റെ ചെവിയിലേക്ക് ഇയാൾ ഊതിക്കൊടുത്തിട്ടുണ്ടെന്ന്. നിങ്ങളൊക്കെ കൂടെ നടക്കുകയല്ലേ? നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് 100% വിശ്വസ്തയോടെ ധന്യയോടെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇത് പുറത്തുവിടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജാസി ഇനി കൂടുതൽ ഞെളിയാൻ തയ്യാറായാൽ ജാസിക്ക് മാത്രമല്ല പണി കിട്ടാൻ പോകുന്നത്, കൂടെ നിൽക്കുന്ന പല ആൾക്കാർക്കും പണി കിട്ടും. പല തലകളും ഉരുളാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാണ്. പൊതുവെ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വലിയൊരു കൂട്ടം ആൾക്കാരെ കുറിച്ച് സമൂഹത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വളരെ മോശമായിട്ടുള്ളതാണ്. ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഏറ്റവും അധികം ഈ സമൂഹത്തിന്റെ ഇടയിലാണ് നടക്കുന്നത് എന്ന് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവിടും എന്ന് ധന്യ രാജേഷ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ കൂടെ നടക്കുന്ന പല കൂട്ടുകാരുടെയും രഹസ്യങ്ങൾ പലതും ഇവൻ ധന്യയ്ക്ക് ചോർത്തിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ബാക്കിയുള്ളവർ ചിന്തിക്കണം, ഇതിനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ ഇല്ലയോ എന്ന്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? ഞാൻ ധന്യ എസ് രാജേഷ് എന്ന ഹെലൻ ഓഫ് സ്പാർട്ടയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കട്ടാ, തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ല ഈ കളിക്കുന്നേ? അല്ല പിന്നെ അല്ല ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്കിട ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം, ഞാൻ എല്ലാത്തിനും. കേട്ടില്ലേ? ബാക്കി കൊടുത്തു. ഇത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ സാംസോ ഹാപ്പി ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ലേ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മളെ ശരീരത്ത് കുറെ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മനസ്സിലായി? സന്തോഷം കിട്ടുന്നുണ്ട്. നിനക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്ന? മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. നിനക്ക് അതേ പറ്റൂ, വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. പൊന്നച്ച, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എടാ ജാസി, നീ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ നാണം എന്നുള്ളത് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി പോസ്റ്റുകളുമായിട്ട് ഇനി സോഷ്യൽ മീഡിയയിൽ നീ വരില്ല. നിനക്ക് നാണവും മാനവും ബോധവും വെളിവും ഒന്നുമില്ല എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് നിന്റെ ഓരോ വീഡിയോകൾ കാണുമ്പോഴും അതിൽ നിഴലിച്ചു നിൽക്കുന്നത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ വാരി വലിച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ തന്നെ അർത്ഥവുമില്ല. ധന്യയുടെ ഇമാതിരി പദപ്രയോഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്പമെങ്കിലും നാണമുള്ളവൻ ജീവിച്ചിരിക്കാൻ തയ്യാറാവില്ല, അവൻ പോയി ചത്തുകളയും. എന്തായാലും വല്ലാത്ത കഷ്ടം തന്നെ.
ഈ വീഡിയോ കോൾ വിളിച്ചൊരു പെൺകുട്ടിയുടെ മുൻപിൽ വസ്ത്രം അഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന ഈ ആരോപണമുണ്ടല്ലോ, അത് അങ്ങനെ ചിരിച്ചു തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല, ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കാരണം അത് സ്വകാര്യതയുടെ ലംഘനമാണ്. സർജറി കഴിഞ്ഞു എന്ന് തെളിയിക്കുവാൻ മറ്റൊരാളുടെ മുമ്പിൽ വസ്ത്രം അഴിക്കുന്നതാണെങ്കിൽ പോലും അതൊട്ടും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഇത്തരം ദൃശ്യങ്ങൾ കാണിക്കുന്നതിനെ ഡിജിറ്റൽ ഹരാസ്മെന്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ധന്യ എസ് രാജേഷ് അല്ല ആരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചു പോകും. അത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം തന്നെയാണ്. എന്തായാലും ഹെലനോസ് പാർട്ടിയുടെ വായിൽ നിന്നും നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട്. തൃപ്തിയാകുന്ന രീതിയിൽ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.